അപ്പോൾ കർദമ മഹർഷിയുടെ മകനാണല്ലോ കപിലൻ. ഭഗവാൻ തന്നെ പറഞ്ഞത് പ്രകാരം കപിലൻ ദേവഹൂതിക്ക് മകനായി ജനിക്കുന്ന 9 പുത്രിമാർക്ക് ശേഷമുണ്ടാകുന്ന മകനാണ്. അപ്പോൾ കർദമ മഹർഷിക്ക് ആദ്യമേ സന്യസിക്കാൻ വലിയ ആഗ്രഹമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ദേവഹൂതി പറയുന്നു, എനിക്കും സന്യസിക്കാൻ തന്നെയാണ് ആഗ്രഹം, പക്ഷേ എനിക്കൊരു പുത്രനെ ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുക, എനിക്കൊരു പുത്രനെയും തന്നിട്ട് അങ്ങേക്ക് വേണമെങ്കിൽ സന്യസിക്കാൻ പോവാം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കടമകളും കൂടെ തീർത്തലേ എനിക്ക് അതിനുള്ള ഞാൻ പ്രാപ്തയാവുകയുള്ളൂ എന്ന് അപേക്ഷിക്കുന്നു. അതുപ്രകാരം കർദമ മഹർഷി സമാധാനിപ്പിക്കുന്നു. എൻ്റെ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അദ്ദേഹം തന്നെ നമ്മുടെ മകനായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു. അതുപ്രകാരം കപില ദേവൻ ജനിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് മരീചി മഹർഷി ോടൊക്കെ ഒപ്പം വന്ന് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അവർ വന്ന് പറയുന്നു, നിൻ്റെ പുത്രൻ സാഖ്യയോഗം പ്രചരിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ നിൻ്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പം ലോകത്തിൽ അധർമ്മം പെരുക്കുമ്പോഴല്ലേ കൃഷ്ണൻ ഭഗവാൻ ഓരോ അവതാരങ്ങളെടുക്കുന്നത്. അപ്പോൾ അതിലൊരു അവതാരമാണ് ഈ കപിലൻ. അപ്പോൾ ഈ അപ്പം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് പോവും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കർദമ മഹർഷി ഒരു ദിവസം, ഭഗവാനാണല്ലോ തൻ്റെ പുത്രൻ, ആ പുത്രനോട് തന്നെ ചെന്ന് ചോദിക്കുന്നു, അങ്ങ് എനിക്ക് സന്യസിക്കാൻ പോകാൻ അനുവാദം തരണം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, പോകുന്നതിൽ കുഴപ്പമില്ല, ഇവിടെ വെച്ച് വേണമെങ്കിലും സന്യസിക്കാം. ഞാൻ ജനിച്ചിരിക്കുന്നത് സാഖ്യയോഗം പ്രചരിപ്പിക്കാനായിട്ട് ആണല്ലോ. അത് എന്തെന്ന് വെച്ചാൽ പല മനുഷ്യരും ശരീരം തന്നെയാണ് ആത്മാവെന്ന് കരുതി ശരീരത്തിനുണ്ടാകുന്ന സുഖദുഃഖങ്ങളിലൊക്കെ വല്ലാതെ മോഹിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്ന് അവരെ മനസ്സിലാക്കിക്കണം, ശരീരത്തിൽ നിന്ന് അല്ല ആത്മാവ് എന്ന തിരിച്ചറിവ് നൽകി ജീവാത്മ പരമാത്മാ ബന്ധത്തെ പറ്റിയൊക്കെ അവരെ മനസ്സിലാക്കി ജ്ഞാനമുണ്ടാക്കാനാണ് ഈ സാഖ്യയോഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ ധർമ്മങ്ങളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തിട്ട് നമ്മുടെ ദേഹത്തിൽ നിന്ന് ആത്മാവ് വേറെയാണെന്ന് മനസ്സിലാക്കിച്ചിട്ട് പരമാത്മാവിൽ യോജിപ്പിക്കുക. അപ്പോൾ ആനന്ദ സ്വരൂപനായി ഭവിക്കും. ശോകവും മോഹവും ഒക്കെ അസ്തമിച്ച് ശാന്തി കിട്ടും. അതാണ് ഈ പരമപുരുഷാർത്ഥം എന്ന മോക്ഷം. ഇതൊരു ബുക്കിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഭഗവാൻ ഇത് പറയുന്നു. അപ്പോൾ ഇതിനായിട്ട് സന്യസിക്കാൻ വനത്തിൽ പോകണമെന്നില്ല, ഇവിടെ ഇരുന്ന് ധ്യാനിച്ചാലും മതി എന്ന് പറയുന്നു. പക്ഷേ കർദമ മഹർഷി സന്യസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അവിടെ പോയി സന്യസിച്ച് അവസാനം പരമപദം ലഭിക്കുന്നു കർദമ മഹർഷിക്ക്. ഇനി കപില മഹർഷിയും അമ്മയുമാണ് ശേഷിക്കുന്നത്. ഇനി പ്രസിദ്ധമായ കപിലോപദേശം വരുന്നുണ്ട്. കാര്യം അമ്മയ്ക്ക് ഒടുവിൽ വിരക്തി വന്നു. അമ്മയ്ക്ക് തൻ്റെ കടമയെല്ലാം പൂർത്തിയാക്കുമ്പോൾ മകനോട് തന്നെ ചെന്ന് ചോദിക്കുന്നു, എനിക്ക് മോക്ഷത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അമ്മയ്ക്ക് അതാണ് വിശദമായ കപിലോപദേശം. ഈ സാഖ്യയോഗം തന്നെ വളരെ സൂക്ഷ്മമായി ലളിതമായൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അത് അടുത്തതിൽ പറയും.